പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒരു ടോപ്പിക്കും പഠിപ്പിക്കാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്ക് അടിച്ച് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കണേ. പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്കറിയാം എന്നാണ് പരീക്ഷ. ഈ പരീക്ഷയ്ക്ക് നമ്മുടെ മുമ്പിലുള്ളത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, കുറച്ച് മാസങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് നമ്മുടെ മുമ്പിലുള്ളത്. ഇനിയുള്ള ദിവസങ്ങളെ എങ്ങനെ പ്രീ പ്രൈമറിക്ക് വേണ്ടി കൃത്യമായിട്ട് വിനിയോഗിക്കാം, അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളെ എങ്ങനെ നമുക്ക് സിലബസ് അടിസ്ഥാനത്തിൽ പഠിച്ച് മികച്ച രീതിയിൽ ഈ ജോലി കരസ്ഥമാക്കാം. പ്രീ പ്രൈമറി പോസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു സാലറി സ്കെയിൽ ഉള്ള ഒരു പോസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ എൽ പി യു പി തസ്തിക പോലെ തന്നെ അത്യാവശ്യം സാലറി, അതായത് 35-നും മുകളിൽ സാലറി ഉള്ള സ്റ്റാർട്ടിങ് സാലറി ഉള്ള പോസ്റ്റാണ് ഈ പ്രീ പ്രൈമറി എന്ന് പറയുന്നത്. പ്രീ പ്രൈമറി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരു വലിയ സാലറി ഒന്നും കാണില്ല, പക്ഷെ നല്ലൊരു സാലറി സ്കെയിൽ ഉള്ള ഒരു പോസ്റ്റാണ് ഈ പ്രീ പ്രൈമറി. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് എപ്പോഴും കുറവായിരിക്കും ഉണ്ടാവുന്നത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഈ ഒരു പഠിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് മനസ്സ് വയ്ക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ച് ജയിക്കാൻ പറ്റുന്ന വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് പി എസ് സി പഠിക്കാൻ തന്നിട്ടുള്ളത്. ആ സിലബസ് പ്രകാരം കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ജോലി പ്രവേശിക്കാം. ഒത്തിരി ഉദ്യോഗാർത്ഥികളെ ജോലി പ്രവേശിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ പ്രീ പ്രൈമറി ടീച്ചർ എന്ന് പറയുന്നത്. പ്രീ പ്രൈമറി ടീച്ചർ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ജോലി സാധ്യത, ഗവൺമെന്റ് മേഖലയിൽ നല്ലൊരു ജോലി സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു പോസ്റ്റിനെ കൈവിട്ട് കളയരുത്. അത്ര കട്ട് ഓഫ് ഒക്കെ ശരിക്കും എല്ലാ തവണയും കുറവാണ്. വലിയ കട്ട് ഓഫ് ഒന്നും എൽ പി യു പിനെയും എച്ച് എസ് എനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് മനസ്സ് വെക്കുവാണെങ്കിൽ ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഈ പ്രീ പ്രൈമറി എന്ന് പറയുന്നത്. പ്രീ പ്രൈമറിക്ക് വേണ്ടി കൃത്യമായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടോ, ക്ലാസ്സുകൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക. പ്രീ പ്രൈമറിക്ക് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, അല്ലെങ്കിൽ കുറച്ച് പഠിച്ച് നിർത്തിയവരുണ്ടായിരിക്കാം, പഠിക്കാൻ പോകുന്നവരുണ്ടായിരിക്കാം, പഠിച്ച് പകുതി ആയവരുണ്ടായിരിക്കാം, കംപ്ലീറ്റ് ആയവരുണ്ടായിരിക്കാം. ഇവർക്കൊക്കെ വേണ്ടി സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ പ്രീ പ്രൈമറിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി എസ് സി പഠിക്കാനുള്ള സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ പ്രീ പ്രൈമറിക്കും ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള, ഇതിനു വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. അതുകൂടാതെ പ്രീ പ്രൈമറിക്ക് വേണ്ടി നമ്മൾ എക്സാം പ്രാക്ടീസ് സെക്ഷൻ വരെ വെച്ചിട്ടുണ്ട്. മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ട്. 20ഓളം മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിനു മുമ്പ് പ്രീ പ്രൈമറി ചോദിച്ചിട്ടുള്ള മുഴുവൻ മുൻവർഷ ചോദ്യ പേപ്പറുകളും നിങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഈ മെറ്റീരിയൽസ് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രീ പ്രൈമറി എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഉറപ്പായി നിങ്ങൾക്ക് മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും. മെറ്റീരിയൽസ് വെച്ച് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽ പ്രീ പ്രൈമറിക്ക് വേണ്ടി ചെയ്തെടുത്തേക്കുന്നത്. അപ്പൊ പ്രീ പ്രൈമറിക്ക് വേണ്ടി എത്ര പേര് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്, എത്ര ഇതാണ് അസാധുവായി പോയേക്കുന്നത്, ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോകാം കേട്ടോ. അപ്പൊ പ്രീ പ്രൈമറി ടീച്ചർ വിദ്യാഭ്യാസം എക്സാം 20/6/2025 കേട്ടോ. അതായത് നമ്മുടെ ജൂൺ 20-ാം തീയതിയാണ് പ്രീ പ്രൈമറിയുടെ എക്സാം വരുന്നത്. ആലപ്പുഴ ജില്ലയിലേക്കാണ്. 5372 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എത്രയാണ്? 5372 പേര്. കൺഫർമേഷൻ നൽകിയത് 3971 പേരാണ്. 3971 പേരോടാണ് അപ്പൊ നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. അതിൽ 1971 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള കൺഫർമേഷൻ നൽകാതെ അസാധുവായി പോയത് 1401 പേരുടെ അപേക്ഷകളാണ് അസാധുവായി പോയിരിക്കുന്നത്. അപ്പോൾ 3971 പേരാണ് കൺഫർമേഷൻ ഈ ഒരു പോസ്റ്റിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് നൽകിയിട്ടുള്ളത്. ഒരു പക്ഷെ നിങ്ങളായിരിക്കാം നാളെ ഒരു ജോലിയിൽ ഇരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനിനോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങളെ ഉറപ്പായും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും 20 മോഡൽ എക്സാമും വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ SCRT എന്ന് പറഞ്ഞ് പ്രീ പ്രൈമറി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്കിനി ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാൻ എടുത്തേക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആ ടോപ്പിക് നമുക്ക് പഠിക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘാടനവും എന്ന ടോപ്പിക്കാണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏകദേശം 7 മാർക്കോളം ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 7 മാർക്കോളം ഇത് കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഭാഗമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഇരുന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പം നമുക്ക് ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘാടനവും എന്ന ടോപ്പിക്ക് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് ഒരു ശിശു നമ്മൾ പറഞ്ഞു പ്രീ പ്രൈമറി ക്ലാസ് സ്കൂളുകൾ. അപ്പോൾ പ്രീ പ്രൈമറി ക്ലാസ് സ്കൂളിൽ എങ്ങനെയാണ്, ഒരു കുട്ടി എന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തിൻ്റെ ഒരു സമ്പത്ത് കൂടിയാണ്. അപ്പോൾ സമൂഹത്തിലേക്ക് ഇന്ന് ഒരു കുഞ്ഞു വാവയാണെങ്കിൽ പോലും അത് വളർന്ന് വലുതായി നാളെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാകാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അംഗനവാടികൾ അല്ലെങ്കിൽ ഈ പ്രീ പ്രൈമറി സ്കൂളുകളിലൊക്കെ എങ്ങനെയാണ്, കൃത്യമായിട്ടൊരു കരിക്കുലം അല്ലെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതലും രക്ഷിതാക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് കരിക്കുലം മാറി മറിയുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് അത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക, അങ്ങനെ ചെയ്ത് നോക്കുന്ന അധ്യാപകരുടെക്കാളും കൂടുതൽ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇന്നത്തെ പല പ്രീ പ്രൈമറി സ്കൂളുകൾ പ്രവർത്തിക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കാര്യം പക്ഷേ അതങ്ങനെയാണോ വേണ്ടത്? അല്ല. കുട്ടികളെന്ന് പറയുന്നത് ആരുടെ സമ്പത്താണ്? നാളെ വളർന്ന് വലുതാകാൻ പോകുന്ന സമൂഹത്തിൻ്റെ സമ്പത്താണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രീ പ്രൈമറി ടീച്ചിങ്ങും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു കെയറിംഗ് ഒക്കെ കുട്ടിക്ക് കിട്ടിയാൽ മാത്രമേ നാളത്തെ ഒരു നല്ല തലമുറയെ നമുക്ക് വളർത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് എന്താണ്? ശിശുവിൻ്റെ വികസന ഘട്ടങ്ങളിലും സവിശേഷതകൾ, ശിശു മനഃശാസ്ത്രം എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയവും സാമൂഹിക ബോധാധിഷ്ഠിതവുമായുള്ള ധാരണ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ പരിശീലനവും പിന്തുണയും നൽകേണ്ടതുണ്ട്. അപ്പോൾ ശിശുക്കൾ എന്ന് പറയുന്ന അവരുടെ മാനസിക ആരോഗ്യം എങ്ങനെയായിരിക്കണം, അവരുടെ ശാരീരിക വളർച്ച എങ്ങനെയായിരിക്കണം, അവർ ഭാവിയിലേക്ക് വളർന്ന് വലുതാകുമ്പോൾ അവർക്ക് വേണ്ട ഒരു ബേസിക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രീ പ്രൈമറി സ്കൂളാണ്. അപ്പോൾ അതെങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ നമ്മൾ അധ്യാപകർക്ക് എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള ഒരു പരിശീലനം ലഭിക്കണം. അതിനനുസരിച്ചൊരു പരിശീലനം ലഭിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ഇത്തരം നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അധ്യാപിക യോഗ്യതയെക്കുറിച്ചിട്ടാണ്. അതായത് നേഴ്സറി സ്കൂൾ അധ്യാപക യോഗ്യതയെക്കുറിച്ച് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. എന്താണ് നേഴ്സറി സ്കൂൾ അധ്യാപക യോഗ്യത എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് ആ ഒരു ടീച്ചർക്ക് വേണ്ട യോഗ്യത? ഒന്ന് ഹയർ സെക്കൻഡറി യോഗ്യത, ഒന്ന് +2 പാസ്സായിരിക്കണം. മറ്റൊന്ന് സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി ടീച്ചിങ് ട്രെയിനിങ് കോഴ്സും പൂർത്തിയായിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? അവർക്ക് നേഴ്സറി സ്കൂൾ അധ്യാപിക ആകാനുള്ള യോഗ്യതയുണ്ട്. അപ്പോൾ ഹയർ സെക്കൻഡറി യോഗ്യത ഉണ്ടായിരിക്കണം, സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി ടീച്ചിങ് ട്രെയിനിങ് കോഴ്സും പാസ്സായിരിക്കണം. ഇനി അധ്യാപികയുടെ കടമകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അധ്യാപകയുടെ യോഗ്യത ആദ്യം പറഞ്ഞു തന്നു. പിന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അധ്യാപികയുടെ യോഗ്യത എന്നത് എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ അധ്യാപക യോഗ്യതയാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അധ്യാപക യോഗ്യത എന്ന് പറയുമ്പോൾ ഒരു നഴ്സറി സ്കൂൾ അധ്യാപക യോഗ്യത എന്താണ്? ഒന്ന് ഹയർ സെക്കൻഡറി യോഗ്യത ഉണ്ടായിരിക്കണം, +2 പാസ്സായിരിക്കണം, സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി ടീച്ചിങ് ട്രെയിനിങ് കോഴ്സും പാസ്സായിരിക്കണം. അപ്പോൾ ഹയർ സെക്കൻഡറി യോഗ്യത ഉണ്ടായിരിക്കണം, സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി ടീച്ചിങ് ട്രെയിനിങ് കോഴ്സും പാസ്സായിരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ സാധിക്കുകയുള്ളൂ? ഒരു അധ്യാപക, അതായത് നഴ്സറി സ്കൂൾ അധ്യാപകരുടെ യോഗ്യതയായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അധ്യാപികയുടെ കടമകൾ എന്തൊക്കെയാണ്? ഒരു നഴ്സറി സ്കൂൾ അധ്യാപികയുടെ കടമ എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായും സമയനിഷ്ഠ പാലിക്കുക. അപ്പോൾ കുട്ടികൾ അംഗനവാടി വരുന്ന ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യുക? ടീച്ചറും എത്തിച്ചേരുക. കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ കൃത്യസമയത്ത് ടീച്ചറും എത്തിച്ചേരുക. കരിക്കുലം വ്യവസ്ഥകൾക്കനുസരിച്ച് പ്രവർത്തന അനുഭവങ്ങൾ പൂർണ്ണമാക്കുക. അപ്പോൾ ഏതൊരു പാഠ്യപദ്ധതിയിൽ നമുക്ക് എന്തുണ്ട്? ഒരു കരിക്കുലം ഉണ്ടായിരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളെ കൃത്യമായിട്ട് എത്തിക്കണം, എങ്ങനെയായിരിക്കണം ഒരു അക്കാഡമിക് ഇയർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ആ പ്ലാനിങ്ങിനനുസരിച്ച് തന്നെ അധ്യാപിക മുന്നോട്ട് പോകുക. ഇനി ഇന്ന് ശിശുക്കളുടെ അവസ്ഥ നിർണ്ണയം നടത്തുകയും പരിഹാര സഹായങ്ങൾ നൽകുകയും ചെയ്യും. അപ്പോൾ ഓരോ കുട്ടികളുടെയും അവസ്ഥ അല്ലെങ്കിൽ അവൻ വരുന്ന ചുറ്റുപാട്, അവൻ ക്ലാസ്സിൽ പെരുമാറുന്ന രീതി എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ കുട്ടിയെയും മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ ചുറ്റുപാടുകൾക്കനുസരിച്ചും അവൻ്റെ സ്വഭാവങ്ങൾക്കനുസരിച്ചും എന്ത് ചെയ്യുക? ടീച്ചർ പാകപ്പെടുത്തുക. പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ പറയണ പെട്ടെന്ന് കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് അംഗീകരിച്ച് തരണമെന്നൊന്നുമില്ല. കാരണം അവർ ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ടീച്ചറാണ് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത്. ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിവരങ്ങൾ രക്ഷിതാക്കളും ആരോഗ്യ പ്രവർത്തകരുമായി പങ്കുവയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ നിങ്ങൾ ഒരു അധ്യാപിക ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട വൈദ്യസഹായം നൽകുകയും അതുപോലെ തന്നെ രക്ഷിതാക്കളെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഇനി ശിശുക്കളുടെ സവിശേഷ വ്യവഹാരങ്ങളെ പഠനാസൂത്രണ രേഖയിൽ യഥാസമയം രേഖപ്പെടുത്തുകയും സമയബന്ധിതമായി ക്രോഡീകരിക്കുകയും ചെയ്യുക. അപ്പോൾ ശിശുക്കളുടെ സവിശേഷ വ്യവഹാരങ്ങൾ എന്ത് ചെയ്യണം? പഠനാസൂത്രണ വേള ടീച്ചർ പഠിപ്പിക്കുന്ന വേളയിൽ കൃത്യമായിട്ട് അത് നോട്ടീസ് ചെയ്ത് പോവുകയും അത് സമയബന്ധിതമായിട്ട് ക്രോഡീകരിക്കുകയും ഒക്കെ ചെയ്യണം. മാതാപിതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ട് ശിശുക്കളുടെ പുരോഗതിയും ആവശ്യങ്ങളും മറ്റും പങ്കുവയ്ക്കണം. അപ്പോൾ മാതാപിതാക്കളുമായിട്ട് നല്ലൊരു കണക്ഷൻ ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. കാരണം കുഞ്ഞു കുട്ടികളാണ്, അവരുടെ കാര്യങ്ങളൊക്കെ പാരൻസ് അവർ വിളിക്കാൻ വരുമ്പോഴും മറ്റുള്ള മീറ്റിങ്ങുകൾ കൂടുമ്പോഴൊക്കെ അവരെ ധരിപ്പിക്കുകയും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടത്
വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയും എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കുട്ടികളിൽ എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾ കണ്ട, ചില കുട്ടികൾക്ക് വരയ്ക്കാൻ കഴിവുണ്ടാവും, ചിലർക്ക് പാടാൻ കഴിവുണ്ടാവും, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഏതൊരു കുഞ്ഞിനും ഉണ്ടാവും. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കഴിവ് പെട്ടെന്ന് കണ്ടെത്താൻ ഒരു പക്ഷേ അധ്യാപകർക്ക് കഴിയും. മാതാപിതാക്കൾ ചിലപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ അധ്യാപകർക്ക് അത് കഴിയും. അപ്പോൾ അധ്യാപകർ എന്ത് ചെയ്യണം, മാതാപിതാക്കൾ കുട്ടിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒക്കെ എടുക്കേണ്ടത് ഒരു അധ്യാപികയുടെ ചുമതലയാണ്. അടുത്തത് മറ്റ് നിർദ്ദേശ കടമകൾ നിർവഹിക്കുക. അപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ കടമകൾ ആ ഒരു സ്കൂൾ കരിക്കുലവുമായി ബന്ധപ്പെട്ട് ടീച്ചർക്ക് ഉണ്ടെങ്കിൽ ആ കടമകളൊക്കെ കൃത്യമായിട്ട് പരിപാലിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അധ്യാപികയുടെ കടമകൾ. എന്തൊക്കെയാണ്? കൃത്യസമയം പാലിക്കുക, കരിക്കുലം വ്യവസ്ഥകൾക്കനുസരിച്ച് പ്രവർത്തനങ്ങളൊക്കെ ക്രമീകരിച്ചെടുക്കുക, പിന്നെന്താണ്, ശിശുക്കളുടെ അവസ്ഥാ നിർണ്ണയം നടത്തുകയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹാര മാർഗ്ഗവും കാണുകയും ശിശുക്കളുടെ സവിശേഷ വ്യവഹാരങ്ങളെ പഠനാസൂത്രണ രേഖയിൽ യഥാക്രമം രേഖപ്പെടുത്തുകയും പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ വിവരങ്ങൾ രക്ഷിതാക്കളുമായി ആരോഗ്യ പ്രവർത്തകരുമായിട്ടൊക്കെ പങ്കുവയ്ക്കുകയും മാതാപിതാക്കളുമായിട്ട് നിരന്തരം ഒരു ബന്ധം കണക്ഷനൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യുക എന്നത് എന്താണ്, അധ്യാപികയുടെ പ്രധാനപ്പെട്ട കടമകളാണ്. ഇനി അധ്യാപിക ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കഴിവുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കഴിവുകളാണ് ഒരു പ്രീ പ്രൈമറി ടീച്ചർ അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത്? കുട്ടികളുടെ അവരുടെ പ്രായത്തിനും പ്രാകൃതത്തിനും അനുസരിച്ച് കളിപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനുള്ള കഴിവ്. അപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീ പ്രൈമറി കുട്ടികളായതുകൊണ്ട് തന്നെ അവരോടൊപ്പം പാട്ട് പാടാൻ, അവരോടൊപ്പം ഡാൻസ് ചെയ്യാൻ, അവരോടൊപ്പം കഥ പറയാൻ നിങ്ങളും കുട്ടികളിൽ ഒരാളായി നിന്നുകൊണ്ട് വേണം ഒരു അധ്യാപിക കുട്ടികളോട് പെരുമാറാൻ. കാരണം തീരെ കുഞ്ഞു മക്കളായതുകൊണ്ട് അവരുടെ പ്രായത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട്, കാരണം അവരെ നമ്മളെ മുതിർന്നവരെ പോലെ പെരുമാറാൻ ഒരിക്കലും അവരെ കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അവരിലേക്ക് ഒരാളായി ഇറങ്ങി ചെന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ഒരാളായിരിക്കണം ഒരു പ്രീ പ്രൈമറി അധ്യാപിക എന്ന് പറയുന്നത്. പിന്നെ താൻ പഠിച്ച വിഷയത്തെക്കുറിച്ച്, അത് കുട്ടികളുടെ മനഃശാസ്ത്രം പഠിക്കുന്നുണ്ടായിരിക്കാം, കുട്ടികൾക്ക് വേണ്ട ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കാം, അതിനെക്കുറിച്ചൊരു നല്ല ഒരു ധാരണ ആർക്കുണ്ടായിരിക്കണം, ഒരു പ്രീ പ്രൈമറി അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കണം. ഇനി സഹപ്രവർത്തകരുമായി സ്വന്തം പരിജ്ഞാനം പങ്കുവയ്ക്കാനുള്ള സന്നദ്ധത. അപ്പോൾ എന്താണ്, ഒരു പ്രീ പ്രൈമറി മറ്റുള്ള സ്റ്റാഫുകളും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവരോടൊക്കെ തനിക്കുണ്ടായ പരിചയം, തനിക്കുണ്ടായ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, അവരുടെ അറിവുകളൊക്കെ പങ്കുവയ്ക്കാനുള്ളൊരു സന്നദ്ധത ഉണ്ടായിരിക്കണം. സഹകരിച്ചും സ്വയമായും ഉത്തരവാദിത്തത്തോടും പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കാനുള്ള സഹകരിച്ച്. അപ്പോൾ അധ്യാപകർ, കൂടെയുള്ള വർക്ക് ചെയ്യുന്ന അധ്യാപകരായിട്ടായാലും മാതാപിതാക്കളായിട്ടായാലും കൂടെ ഉണ്ടാകുന്ന എല്ലാ ആളുകളായിട്ടും കുട്ടികളായിട്ടും ഒക്കെ നല്ല രീതിയിൽ സഹകരിച്ച് പോകാനുള്ളൊരു മനോഭാവം അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കണം. ശിശുക്കളെ തിരിച്ചറിയാൻ തന്മയത്തോടെ സ്വീകരിക്കാനുമുള്ള കഴിവ്. അപ്പോൾ ചില കുട്ടികൾ പെട്ടെന്ന് വഴക്ക് കൂടുന്നവരുണ്ടായിരിക്കാം, ചിലർക്ക് പെട്ടെന്ന് സങ്കടം വരുന്നവരുണ്ടായിരിക്കാം, പെട്ടെന്ന് സന്തോഷമായിട്ടിരിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ഓരോ കുട്ടികളെയും വ്യക്തിപരമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടികളിൽ ഒരാളായി മാറിക്കൊണ്ട് നിൽക്കാനുള്ളൊരു കഴിവും ആർക്ക് വേണം, ഒരു പ്രീ പ്രൈമറി അധ്യാപികയ്ക്ക് വേണം. മറ്റുള്ളവർക്ക് സ്വീകാര്യവും അനുകൂലമായിട്ടുള്ള രീതിയിൽ പെരുമാറാനുള്ള കഴിവ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമം വരുന്നതായിരിക്കാം. അത് എന്ത് തന്നെയല്ല, അതൊന്നും പുറത്ത് കാണിക്കാതെ നല്ല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിക്സിലൂടെ കടന്നു പോകുന്ന നല്ലവരെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു അധ്യാപികയായി മാറാനൊക്കെയുള്ളൊരു കഴിവ് ആർക്ക് വേണം, ഒരു പ്രീ പ്രൈമറി അധ്യാപികയ്ക്ക് വേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് അധ്യാപികയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട കഴിവുകൾ. ഇനി എങ്ങനെയായിരിക്കണം ഒരു അധ്യാപിക, എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. എങ്ങനെയായിരിക്കണം ഒരു പ്രീ പ്രൈമറി അധ്യാപിക, എങ്ങനെയായിരിക്കണം ഒരു അധ്യാപിക? പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രമുഖ സ്ഥാനം ആർക്കാണ്? അധ്യാപികയ്ക്ക് തന്നെയാണല്ലേ. അധ്യാപികയാണ് അവിടെ മെയിൻ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ആ ടീച്ചറെ എന്ന് വിളിച്ച് കുഞ്ഞു മക്കളൊക്കെ ഈ പ്രീ പ്രൈമറി സ്കൂളുകളൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. എപ്പോഴും ടീച്ചറെ എന്നൊരു വിളി 10,000 തവണയെങ്കിലും കേൾക്കേണ്ട വരും ഒരു ദിവസമായിട്ട്. അപ്പോൾ അവർ പ്രധാന സ്ഥാനമായിട്ട് കാണുന്നത് കുഞ്ഞുമക്കൾ ആരെയാണ്? അധ്യാപിക തന്നെയാണ്. അവർ കാണുന്നത് മാത്രമല്ല, മെയിൻ റോളും ആർക്ക് തന്നെയാണുള്ളത്? ഒരു അധ്യാപികയ്ക്ക് തന്നെയാണുള്ളത്. വിദ്യാഭ്യാസ പരിപാടികൾ എല്ലാ പ്രവർത്തനങ്ങളും രൂപപ്പെടുന്ന അധ്യാപികയുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും. അപ്പോൾ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ആ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന എപ്പോഴും ആ ഒരു പ്രീ പ്രൈമറി ടീച്ചർ തന്നെയായിരിക്കും. ഇനി ആദ്യ നാളുകളിൽ അധ്യാപികയോട് തോന്നുന്ന സ്നേഹമാണ് കുഞ്ഞിനെ തുടർന്നും പ്രീ സ്കൂളിൽ എത്താനുള്ള പ്രേരണ ശക്തിയെ വളർത്തുന്നത്. ഇത് കുഞ്ഞിൻ്റെ വികാരം ഗണ്യമായി സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യ നാളുകൾ കുട്ടി ക്ലാസ്സിൽ ചേരാൻ വരുമ്പോൾ ആ ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും കുട്ടി പിന്നീട് പ്രീ സ്കൂളിലേക്ക് വരുന്നത്. ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് നാളെ രാവിലെ ഇരിക്കുന്ന ടീച്ചറിൻ്റെ അടുത്ത് ഇന്ന കാര്യം പറയാനുണ്ട്, നാളെ തന്നെ ഞാൻ പോകണം, എൻ്റെ പുതിയ ബാഗ് ടീച്ചറെ കാണിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കുഞ്ഞുമക്കളുടെ മനസ്സിൽ ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും കുറേ ആളുകൾ സ്കൂളിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ടീച്ചറിനോട് നീ എന്താ ഇങ്ങനെ കാണിച്ചു, നീ എന്താ അങ്ങനെ കാണിച്ചതൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവർ നാളെ കരഞ്ഞുകൊണ്ടായിരിക്കും സ്കൂളിലേക്ക് വരിക അല്ലേ. അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആദ്യം വരുന്ന കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത്, അതിനനുസരിച്ചായിരിക്കും പിന്നെ സ്കൂളിലേക്ക് വരാനുള്ളൊരു ഇഷ്ടം ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുക. ഇനി അറിയാതെ തന്നെ കുട്ടി അധ്യാപിക അനുകരിക്കുന്നു. പെരുമാറ്റ രീതികൾ, വസ്ത്രധാരണ രീതികൾ, സംഭാഷണ രീതി, മറ്റുള്ളവരോട് ഇടപെടുന്ന രീതി, ആംഗ്യങ്ങൾ,
ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ എന്താണ് അനുകരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയാണ് കുട്ടികളോട് സംസാരിക്കുന്നത് അതൊക്കെ കുട്ടികൾ ശരിക്കും ശ്രദ്ധിച്ചിരുന്നിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങളാവാൻ ശ്രമിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു ഷോളൊക്കെ എടുത്തിട്ട് എൻ്റെ ടീച്ചർ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, എൻ്റെ ടീച്ചർ ഇങ്ങനെ കഥ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളാവാൻ അനുകരിക്കുന്നുണ്ടാവും. അപ്പോൾ കുട്ടികളത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നല്ല രീതിയിൽ നമ്മൾ നിന്നാൽ മാത്രമേ കുട്ടികൾ നല്ല കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുകയുള്ളൂ അല്ലേ. അതല്ല കുട്ടികൾ മറ്റൊരു കുട്ടിയോട് ദേഷ്യപ്പെടുന്നതാണ് ഒരു കുട്ടി കാണുന്നതെങ്കിൽ ആ ടീച്ചർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ദേഷ്യക്കാരി, അങ്ങനെയുള്ളൊരു നെഗറ്റീവ് ഇമേജൊക്കെ കുട്ടിയുടെ മനസ്സിലുണ്ടാവാനായിട്ട് കാരണമായി തീരും. അപ്പോൾ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും ആ കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ അധ്യാപികയുടെ ഓരോ ചേഷ്ടകളും അവരെങ്ങനെ പഠിപ്പിക്കുന്നതും എങ്ങനെ പെരുമാറുന്നതും ഒക്കെ കുട്ടി കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ച് വേണം നമ്മളൊരു ക്ലാസ്സിൽ പെരുമാറാനായിട്ട്. ഇനി അധ്യാപിക കുട്ടിയുടെ മാതൃകയും സ്കൂൾ അന്തരീക്ഷത്തിലെ സർവവുമാണ്. അപ്പോൾ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ ആ കുട്ടി മാതൃകയാക്കി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അവൻ വീട് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നതാണ് ഈ പ്രീ സ്കൂൾ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ വീട് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേക്ക് വരുമ്പോൾ അവൻ റോൾ മോഡലൊക്കെ ആയിട്ട് പിന്നെ അച്ഛനും അമ്മയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങൾ കഴിഞ്ഞ് പിന്നെ കാണുന്ന മെയിൻ ഒരാളാണ് പ്രീ സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടീച്ചർക്ക് അതിൻ്റേത് അത്രയും പ്രാധാന്യം ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഇനി അധ്യാപികയുടെ വ്യക്തിത്വത്തിനും മനോഭാവത്തിനും നൈപുണ്യങ്ങളുമുള്ള അടിസ്ഥാന സവിശേഷ കുട്ടിയെ ആകർഷിക്കുന്നത്. അപ്പോൾ അധ്യാപിക എങ്ങനെയാണ് കുട്ടികളോട് നല്ല രീതിയിൽ അവരുടെ കൂടെ കളികളിലൊക്കെ ഏർപ്പെട്ട് നല്ല രീതിയിൽ അവരുടെ പാട്ട് പാടാൻ കൂടി ഡാൻസ് കളിക്കാനൊക്കെ കൂടുമ്പോൾ ആ ഒരു വ്യക്തിത്വത്തെ കുട്ടിക്ക് ആകർഷിക്കപ്പെടുകയും കുട്ടിക്ക് കൂടുതൽ അധ്യാപികയോട് അടുത്ത് നിൽക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് എങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്, നീനു എന്ന് പറഞ്ഞ ടീച്ചറെ കുട്ടികൾക്ക് ഇഷ്ടമാണ്, എന്ത് കാരണം കൊണ്ടായിരിക്കും നീനുവിനെ ഇഷ്ടപ്പെടാനുള്ള വ്യക്തിത്വം, അപ്പോൾ കുറേ ഓപ്ഷൻസ് അതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു അധ്യാപിക ആയി കഴിഞ്ഞ ക്ലാസ് റൂമിൽ പെരുമാറുന്നത് എന്നതിന് അടിസ്ഥാനത്തിൽ വേണം ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. ഇനി അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെ, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഒരു അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കേണ്ടതെന്ന് നോക്കാം. ഒന്ന്, പഠിതാക്കളിൽ ക്ലാസ് റൂം പ്രവർത്തനങ്ങളും താല്പര്യവും ഊർജ്ജസ്വലതയും ഒക്കെ വേണം. അപ്പോൾ എന്താണ്, ഒരു ക്ലാസ് റൂമിലെ ആക്ടിവിറ്റീസിലായാലും ആ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലായിരിക്കും അധ്യാപികയ്ക്ക് എന്ത് വേണം, ഒരു ഊർജ്ജസ്വലത വേണം. അതുപോലെ തന്നെ എന്താണ്, അധ്യാപികയ്ക്ക് ആ ഒരു കാര്യത്തിലൊരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എന്ത് ചെയ്യുള്ളൂ, കുട്ടികളും ആ കാര്യങ്ങൾ പഠിക്കുള്ളൂ. അതുപോലെ മറ്റുള്ളവരോട് സൗഹൃദപരമായി യോജിച്ചും പ്രവർത്തിക്കാനും ഒക്കെ നല്ല രീതിയിലുള്ള ഇടപെടലും ഒക്കെ ഈ ഒരു അധ്യാപികയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ കുട്ടി നോക്കുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോടൊക്കെ ഭയങ്കര സ്നേഹത്തോടെ. ഇനി മറ്റുള്ളവരോട് സൗഹൃദപരമായി യോജിച്ചും പ്രവർത്തിക്കാനും ഇടപെടാനുമുള്ളൊരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, അധ്യാപികയ്ക്കുണ്ടായിരിക്കും. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും തെറ്റുപറ്റിയതൊട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുമുള്ളൊരു മനോഭാവം അധ്യാപികയ്ക്കുണ്ടായിരിക്കണം. ശിശുക്കളുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനും പുകഴ്ത്താനുമുള്ളൊരു കഴിവ് അല്ലേ. അപ്പോൾ ശിശു കുട്ടി അതിന് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ നല്ല കാര്യമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു കഴിവ് വേണം. അതുപോലെ തന്നെ എന്താണ്, കാര്യക്ഷമതയും ആരോഗ്യവും ഉണ്ടാകുന്ന ഒരു അധ്യാപിക ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല തമാശകൾ സ്വീകരിക്കാനും തമാശകൾ പറയാനുമുള്ളൊരു നർമ്മബോധമൊക്കെ പ്രീ സ്കൂൾ അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കണം. നല്ല വസ്ത്രധാരണമായിരിക്കണം. അതുപോലെ തന്നെ മികച്ച പെരുമാറ്റവുമായിരിക്കണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അതുപോലെ വിശ്വാസങ്ങൾ എന്നിവ ഉൾക്കൊള്ളാനുള്ള പാഠവും ഉണ്ടായിരിക്കണം. അഭിപ്രായങ്ങളും ഒക്കെ വിശ്വാസങ്ങളൊക്കെ ഉൾക്കൊള്ളാനുള്ള പാഠം ഉണ്ടായിരിക്കണം. മിതമായുള്ള സമയങ്ങൾ, മിതമായിട്ടുള്ള മേക്കപ്പൊന്നും ഇടാതെ ലൈറ്റായിട്ടൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള ഒരു ലൈറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുഖത്തിടുകയും അതൊക്കെ ചെയ്യുന്നൊരു അധ്യാപിക ആയിരിക്കണം. പിന്നെന്താണ്, മറ്റുള്ളവരുടെ ജനാധിപത്യ രീതികളെ സമാനമായി സംസാരിക്കാനുള്ള കഴിവ്. മറ്റുള്ളവർക്കും ചിലപ്പോൾ മുകളിലുള്ളവർക്കുള്ള ജനാധിപത്യ രീതികളെ നമ്മൾ മാനിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒക്കെ ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം. ഇതൊക്കെ അധ്യാപികയ്ക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അധ്യാപക പരിശീലനത്തെക്കുറിച്ചിട്ടാണ്. ആദ്യം നമുക്ക് പ്രീ സ്കൂൾ അധ്യാപക പരിശീലനം നോക്കാം. NCTE നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യത മാനദണ്ഡങ്ങളായി സ്വീകരിക്കേണ്ടത് പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകയ്ക്ക് 2 വർഷത്തെ പ്രീ സർവീസ് പരിശീലനം നൽകണം. അപ്പോൾ 2 വർഷത്തെ പ്രീ സർവീസ് പരിശീലനം നൽകണമെന്നാണ് പറയുന്നത്. പ്രായോഗിക അധിഷ്ഠിത പരിശീലനമാണ് നൽകേണ്ടത്. ഈ പരിശീലനം സാൻഡ്വിച്ച് രീതിയാണ് നൽകേണ്ടത്. അപ്പോൾ ഈ പരിശീലനത്തിൽ എന്താണ്, ഒരു സാൻഡ്വിച്ച് രീതിയിലാണിത് നൽകേണ്ടത്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും വരണം. ഒന്ന്, ശിശു വികസന മനഃശാസ്ത്രവും ശിശുവികാസവും പോഷണം ആരോഗ്യ പരിരക്ഷ സാമൂഹ്യ ദർശന അടിത്തറ ശിശു പ്രവർത്തനങ്ങൾ പഠന സങ്കേതങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയമായൊരു ദിശാബോധം നൽകുന്ന പ്രവർത്തനങ്ങൾ നൽകേണ്ടതാണ്. നേടിയ ധാരണകളുടെ പ്രായോഗികത്തിലൊരു പ്രീ സ്കൂൾ സ്ഥാപനത്തിൽ 6 മാസം പ്രവർത്തിക്കാൻ അവസരം നൽകുകയും പ്രവർത്തന രീതി മോണിറ്റർ ചെയ്യുകയും വേണം. സ്വയം വിലയിരുത്താനുള്ള ഉപാധികളും പ്രയോജനപ്പെടുത്തണം. മറ്റൊന്ന്, കളികൾ സംഘടിപ്പിക്കൽ, കളിപ്പാട്ട നിർമ്മാണം, പഠന അനുഭവങ്ങൾ തയ്യാറാക്കൽ, അതുപോലെ എന്താണ്, താളം പാലിക്കൽ, ശാരീരിക ചലനങ്ങൾ, പരിസ്ഥിതി ബന്ധിത പഠനം, സ്വാഭാവിക സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തൽ,
എന്താണ് കലാകായിക കഴിവുകൾ മെച്ചപ്പെടുത്തൽ ഇവയൊക്കെയുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നൈപുണ്യം നേടിയ ആളായിരിക്കണം. ഇപ്രകാരം നേടിയ സാങ്കേതിക പരിജ്ഞാനങ്ങളുടെ പരിപ്രവർത്തന പരിശീലനത്തിനായി പ്രീ സ്കൂൾ വീണ്ടും 6 മാസം പരിശീലനം നൽകണം. അപ്പോൾ ആഭ്യന്തര വിലയിരുത്തൽ, ബാഹ്യ വിലയിരുത്തൽ, എഴുത്തു പരീക്ഷ എന്നിവ നടത്തേണ്ട അംഗീകൃത സാങ്കേതിക സർട്ടിഫിക്കറ്റ് നൽകുന്ന പരിശീലന സംവിധാനമൊക്കെ ഒരുക്കേണ്ടത് ആവശ്യകതയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പരിശീലനം എന്താണ് ഒരു പ്രീ സ്കൂൾ അധ്യാപിക ലഭിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു കരിക്കുലത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ ഒരു അധ്യാപികയ്ക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ശിശു സേവിക പരിശീലനത്തെക്കുറിച്ച് നോക്കാം. അതായത് ശിശു സേവികയായി ഹെൽപ്പർ പ്രവർത്തിക്കുന്നവർക്ക് 1 വർഷത്തെ പ്രീ സർവീസ് പരിശീലനം ആവശ്യമാണ്. അപ്പോൾ എന്താണ് ഹെൽപ്പർ, ഒരു പ്രീ പ്രൈമറി സ്കൂളിൽ ഹെൽപ്പറായിട്ട് പ്രവർത്തിക്കുന്നവർക്കും 1 വർഷത്തെ പരിശീലനം വേണമെന്നാണ് പറയുന്നത്. പ്രീ സ്കൂൾ അധ്യാപകരുടെ പരിശീലനം ഉള്ളടക്കത്തെ സാമാന്യമായി പരിചയപ്പെടുന്നതോടൊപ്പം സ്ഥാപന നടത്തിപ്പ്, പോഷണം, ശുചിത്വം, രക്ഷാകർതൃ ബന്ധം, സ്നേഹപൂർവ്വമായ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഊന്നൽ നൽകണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അപ്പോൾ ഒരു ഹെൽപ്പറായിട്ട് നിൽക്കുന്നവർക്കും കൃത്യമായിട്ടുള്ളൊരു പരിശീലനം നൽകിയിരിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ 6 മാസത്തെ പഠനം, അതിൽ 3 മാസം പ്രീ സ്കൂളിൽ പ്രവർത്തിക്കണം. വിലയിരുത്തൽ മെച്ചപ്പെടുന്ന വീണ്ടും അടുത്ത 3 മാസം പഠന രീതിയിൽ അഭികാമ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ 6 മാസത്തെ പഠനം, അതിൽ 3 മാസം പ്രീ സ്കൂൾ പ്രവർത്തിക്കൽ, വിലയിരുത്തൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു ഹെൽപ്പർക്ക് കഴിവുണ്ടായിരിക്കണം. അതുപോലെ ആഭ്യന്തര വിലയിരുത്തൽ, ബാഹ്യ വിലയിരുത്തൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. അപ്പോൾ കൃത്യമായിട്ട് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ ഈ ഒരു അധ്യാപികയ്ക്ക് നൽകണം എന്നാണ് പറയപ്പെടുന്നത്. ഇനി ബ്രിഡ്ജ് കോഴ്സ് എന്താണെന്ന് നോക്കാം. അംഗനവാടികൾ, ബാലവാടികൾ എന്നിവയിൽ വർക്കർമാർക്ക് ഹ്രസ്വകാല പരിശീലനങ്ങളും ഒക്കെ നൽകേണ്ടതാണ്. പാഠ്യപദ്ധതി ഏകീകരണത്തിന് ഈ സ്ഥാപനങ്ങൾ സംയോജിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വർക്കർമാർ 6 മാസത്തെ സാൻഡ്വിച്ച് ട്രെയിനിങ് സ്കൂൾ കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകണം. അപ്പോൾ അംഗനവാടികൾ, ബാലവാടികൾ എന്നിവയിലൊക്കെ എന്ത് ചെയ്യണം, വർക്കർമാർക്ക് ഒരു ഹ്രസ്വകാല പരിശീലനം നൽകണമെന്നാണ് ബ്രിഡ്ജ് കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു മേഖലയ്ക്കുള്ള പ്രൈമറി സ്കൂളുകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ കൂടി മേൽ ആനുകൂല്യം നൽകാവുന്നതാണ്. അപ്പോൾ മറ്റു മേഖലകൾ കൂടിയുള്ള പ്രൈമറി സ്കൂളുകളിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ കൂടി എന്ത് ചെയ്യണം, ഈ ആനുകൂല്യങ്ങളൊക്കെ നൽകി അവർക്ക് നല്ല രീതിയിലുള്ള പരിശീലനങ്ങളൊക്കെ നൽകേണ്ടതാണ്. ഇനി അടുത്താണ് വിദൂര വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. നിലവിൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ട നിശ്ചിത കാലയളവിനുള്ളിൽ പൂർത്തിയാക്കേണ്ട ആവശ്യ പ്രവർത്തനങ്ങളിൽ അസൈൻമെൻറ്റ് പാക്കേജ് നൽകാവുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ക്രെഡിറ്റ് പോയിന്റുകൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിദൂര വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കണം. അപ്പോൾ അവർക്ക് വിദൂര വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കുന്നതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ആകാശവാണി, ദൂരദർശൻ, വിക്ടേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പ്രക്ഷേപണ പരിപാടികൾ ആസൂത്രണം ചെയ്യണം. അപ്പോൾ ഒരു ICT സഹായങ്ങളോടുകൂടി ഇവിടെ കൃത്യമായിട്ട് ലഭ്യമാക്കണം. എങ്ങനെയൊക്കെ അംഗനവാടികൾ, ആകാശവാണി, ദൂരദർശൻ, വിക്ടേഴ്സ് പോലുള്ള മാധ്യമങ്ങളിലൂടെ എന്ത് ചെയ്യണം, പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യണം. ഇനി സേവനകാല പരിശീലനം എന്താണെന്ന് നോക്കാം. പ്രീ സ്കൂൾ അധ്യാപകരുടെ സേവനകാല പരിശീലനത്തിനായി NCERT നിർദ്ദേശിച്ചിട്ടുള്ള സംസ്ഥാനതല റിസോഴ്സ് ഗ്രൂപ്പുകൾ രൂപീകരിക്കണം. അപ്പോൾ NCERT പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അവർക്ക് വേണ്ട പരിശീലനത്തിന് സംസ്ഥാനതല റിസോഴ്സ് ഗ്രൂപ്പുകൾ രൂപീകരിക്കണം. പ്രതിമാസം ആസൂത്രണവും വിലയിരുത്തൽ എന്നിവയൊക്കെ നടത്തുകയും അതുപോലെ തന്നെ ഇൻ സർവീസ് പരിശീലനത്തിൽ വിവിധ തന്ത്രങ്ങൾ രൂപീകരിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് ആ ഒരു പരിശീലനം നൽകുന്നുണ്ടോ എന്ന രീതിയിൽ കൃത്യമായിട്ട് വിലയിരുത്തൽ നടക്കണം. അതുപോലെ തന്നെ അതിനുവേണ്ടി വിവിധ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യണം. ഇനി ഏകദിന ശില്പശാല പഞ്ചായത്ത് തലത്തിലും ഉപജില്ലാ തലത്തിലൊക്കെ ഒരു ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവരണം. അതുപോലെ വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലനങ്ങൾ. അപ്പോൾ ഒരു അധ്യാപികയ്ക്കും എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ എങ്ങനെ കൃത്യമായിട്ട് രീതികളിൽ പ്രീ സ്കൂളിൽ പ്രയോജനപ്പെടുത്താം എന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ നൽകേണ്ടതാണ്. അതുപോലെ പരിശീലനത്തിന് വെബ്സൈറ്റുകൾ, സങ്കേതങ്ങളൊക്കെ അതിന് കൃത്യമായിട്ട് എങ്ങനെ അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കാം എന്ന രീതിയിലൊക്കെ ഒരു ട്രെയിനിങ് ടീച്ചർക്ക് നൽകണം. തിരഞ്ഞെടുക്കപ്പെടുന്ന വിവിധ ഇനം പരിശീലന പാക്കേജുകൾ ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. മികച്ച സ്ഥാപനങ്ങളിൽ സന്ദർശനം തുടങ്ങിയ തന്ത്രങ്ങൾ സേവനകാല പരിശീലനം സ്വീകരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സിനെ കൊണ്ടുപോയി ഒരു സന്ദർശനമൊക്കെ നടത്തുവാണെങ്കിൽ എന്താണ്, അവിടുത്തെ സാങ്കേതിക വിദ്യകളൊക്കെ ടീച്ചർമാർക്ക് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്ന് സ്വന്തം സ്കൂളുകളിൽ അത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന വിവരവിനിമയ സംവിധാനങ്ങളെക്കുറിച്ചിട്ടാണ്. ഒന്ന്, മോണിറ്ററിങ്ങിലൂടെ പരിശീലനം. അപ്പോൾ മോണിറ്ററിങ്ങിലൂടെ എങ്ങനെ പരിശീലനം നടത്തണം? ഡയറ്റിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ റിസോഴ്സ് ഗ്രൂപ്പും മോണിറ്ററിംഗ് സംവിധാനം ഉപകരിക്കുക. മോണിറ്ററിംഗ് പ്രക്രിയ പരിശീലനത്തിൽ കൂടി ഫലമുള്ളതാക്കുക. സൗഹൃദ സന്ദർഭങ്ങളിൽ തുടങ്ങിയ ജനാധിപത്യ മോണിറ്ററിംഗിൻ്റെ മാതൃകകൾ വികസിപ്പിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. വിദ്യാഭ്യാസ ഉദ്യോഗാർത്ഥികളുടെ പ്രതിമാസ വിലയിരുത്തൽ യോഗത്തിൽ പ്രീ സ്കൂൾ പരിശീലനം ഒരു അജണ്ടയാക്കി മാറ്റി പരിശീലന പരിപാടിക്ക് ഔദ്യോഗിക സ്വഭാവം ഉറപ്പുവരുത്തുക. ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന പരിശീലന തന്ത്രങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീ സ്കൂൾ അധ്യാപക പരിശീലന സ്ഥാപന അംഗീകാരത്തെക്കുറിച്ചിട്ടാണ്.
അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്? പ്രീ സ്കൂൾ അധ്യാപക പരിശീലന പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പ്രീ സ്കൂൾ പാഠ്യപദ്ധതി പ്രയോഗിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന അധ്യാപകരെയും ശിശു സേവികമാരെയും പരിശീലിപ്പിക്കുന്നതിനും സ്ഥാപനങ്ങൾക്ക് അംഗീകാരം ഏർപ്പെടുത്തണം. ചട്ടങ്ങൾക്ക് വിധേയമായി NCERTയുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകണം. അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങൾ നടത്തുന്നു വിലക്കുകയും അംഗീകാര സർട്ടിഫിക്കറ്റ് മാത്രം നിയമന യോഗ്യത അംഗീകരിക്കുകയും വേണം. അപ്പോൾ പ്രീ സ്കൂൾ അധ്യാപക പരിശീലന സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള അംഗീകാരമുണ്ടോ എന്ന് NCERT കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അല്ലാതെ നമ്മളൊരു അധ്യാപകയാകാൻ പഠിച്ചിട്ട് ഒരു അംഗീകാരമില്ലാത്ത സ്കൂളിൽ കോളേജിലൊക്കെ പോയി പഠിച്ചിട്ട് എന്ത് ചെയ്യാം? ആ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാതെ നമ്മുടെ സമയമൊക്കെ നഷ്ടമാകും. അപ്പോൾ നല്ല അംഗീകാരമുള്ള സ്ഥലത്ത് പഠിച്ചാലാണ് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ടീച്ചേഴ്സിന് കിട്ടുകയും ആ വിദ്യാഭ്യാസം വെച്ച് പ്രീ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസും ബോധവൽക്കരണവും കൊടുത്താൽ കുട്ടികളെ കൈപിടിച്ച് ഉയർത്താനൊക്കെ ആയിട്ട് അധ്യാപിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ ഒരു പ്രീ സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾക്ക് കൃത്യമായിട്ടുള്ള NCERT മാനദണ്ഡ പ്രകാരമുള്ള അംഗീകാരമൊക്കെ ഉണ്ടോ എന്നും ഒക്കെ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് റൂം സുരക്ഷയെക്കുറിച്ചിട്ടാണ് കേട്ടോ. അതിവിടെ ഒരു ക്ലാസ് റൂം സുരക്ഷ എന്നുകൊണ്ടിരിക്കുന്ന ഭൗതിക സാഹചര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രീ സ്കൂൾ ഒരു പ്രീ സ്കൂളിൽ ഉണ്ടായിരിക്കേണ്ട ഭൗതിക സാഹചര്യങ്ങളൊക്കെ എപ്പോഴും മെച്ചപ്പെട്ടതായിരിക്കണം. അപ്പോൾ ആ അധ്യാപിക നല്ലതായിരിക്കണം എന്ന് വേണ്ട ഗുണങ്ങളുള്ള പോലെ ആ ഒരു കെട്ടിടത്തിനും ആ ഒരു ബിൽഡിങ്ങിനും നല്ല നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. കുട്ടി പഠിക്കുന്ന ചുറ്റുപാട് നല്ലതായിരിക്കണം. അപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ളൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും വേണ്ടത്. മഴ പെയ്യുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അതിന് വേണ്ട സജ്ജീകരണങ്ങളും ഉറപ്പുകളൊക്കെ ഉള്ളൊരു ബിൽഡിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ വെള്ളം കൃത്യമായിട്ട് ഈ മഴവെള്ളം ഒഴുകി പോകാനുള്ള കൃത്യമായിട്ട് സംവിധാനങ്ങൾ തുടങ്ങിയ എല്ലാ രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളും ഒരു ബിൽഡിങ്ങിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അധ്യാപികയുടെയും ആയുടെയും യോഗ്യത, ശിശുക്കളുടെ പ്രവേശന മാനദണ്ഡം, ക്ലാസ്സുകളുടെ ക്രമീകരണം എന്നീ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഒക്കെ ഉണ്ടാകണം. അപ്പോൾ ഈ ഭൗതിക സാഹചര്യങ്ങളോടൊപ്പം അധ്യാപകരുടെ യോഗ്യത കറക്റ്റാണോ? ആയയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്നു ട്രെയിനിങ് ഒക്കെ അവർക്കും കൊടുക്കണം. അപ്പോൾ ആയയുടെ ട്രെയിനിങ് കൃത്യമാണോ? അതുപോലെ തന്നെ ഓരോ അധ്യയന വർഷത്തിലേക്കും വരുന്ന കുട്ടികളുടെ മാനദണ്ഡങ്ങൾ കൃത്യമാണോ? കൃത്യമായിട്ടുള്ള വയസ്സൊക്കെ അവർക്ക് ആയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം എപ്പോഴും ഒരു ക്ലാസ് റൂം ഒരു അധ്യയന വർഷത്തിൽ തുടങ്ങാനായിട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുട്ടികളുടെ താല്പര്യങ്ങളുമാണ്. സ്വതന്ത്രമായി ചലിക്കുന്നതിനും കളിക്കാവുന്നതിനുമുള്ള സൗകര്യം എന്ത് ചെയ്യണം? സ്വതന്ത്രമായി ചലിക്കുന്നതിനും, അതായത് നല്ല രീതിയിൽ കുട്ടികൾക്കൊന്ന് ഓടി വിസ്താരമായിട്ട് നടക്കുന്നതിനും കളിക്കുന്നതിനും വേണ്ടിയുള്ള സൗകര്യം ഒക്കെ അംഗനവാടി അല്ലെങ്കിൽ ഒരു പ്രീ പ്രൈമറിയിൽ ഉണ്ടായിരിക്കണം. അപകടരഹിതമായിട്ടുള്ള സംവിധാനം അപകടരഹിതമായിട്ടുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ഈ ഇടയ്ക്ക് നമ്മളൊരു വാർത്ത കേട്ടിരുന്നു. ഈ ഒരു നഴ്സറി സ്കൂളിൻ്റെ 2ാമത്തെ നിലയിൽ നിന്ന് ഒരു കുട്ടി കാൽവഴുതി വീണ് താഴത്തേക്ക് വീണു എന്നുള്ള ഖേദകരമായിട്ട് ന്യൂസ് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഓരോ പ്രീ പ്രൈമറി സ്കൂളിൽ ഇങ്ങനെയാണ് അവിടുത്തെ രീതിയിലുള്ള ഒരു സൗകര്യങ്ങളും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് അപകടരഹിതമായിട്ടുള്ള സൗകര്യങ്ങളായിരിക്കണം എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കേണ്ടത്. ഇനി ആകർഷണീയതയും പുനർനിർമ്മാണവുമായി സാധ്യത. അപ്പോൾ അംഗനവാടി എന്നൊക്കെ പറയുന്ന നല്ല പടങ്ങളൊക്കെ വരച്ച് കുട്ടികളുടെ കാർട്ടൂൺ പടങ്ങളൊക്കെ നല്ല ആകർഷണമായിട്ട് വരച്ച് നല്ലൊരു ആകർഷണീയത സ്കൂളിന് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി പ്രകൃതി സസ്യ ലാളിതകൾ ജന്തുജാലങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. മുറ്റത്ത് പൂച്ചെടിയൊക്കെ വച്ച് പിടിപ്പിച്ച് ഓരോ പൂക്കളെയും പരിചയപ്പെടുത്താൻ ചെറിയ ചെറിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുട്ടികൾക്ക് ഒരു രസമായിരിക്കും അല്ലേ. ഇനി ജിജ്ഞാസ വളർത്തുന്നതിനൊക്കെയുള്ള ഉപാധികൾ ഉണ്ടായിരിക്കണം. ചെറിയ ചെറിയ ഗെയിം ബോർഡുകൾ, ചെറിയ നമ്മൾ പാർക്കിൽ കാണുന്ന ചെറിയ മിനിയേച്ചർ കളിക്കാൻ പറ്റുന്ന ടോയ്സൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്ക് കയറി നിന്ന് കളിക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ടോയ്സൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതൊക്കെ രസമായിരിക്കും. ഇനി കായിക പ്രവർത്തനങ്ങളിലും ഒക്കെ കായിക പ്രവർത്തനങ്ങൾ കുട്ടികൾ കളിക്കാൻ വേണ്ട കൃത്യമായിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇനി കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ചെറിയ വേദിയൊക്കെ ഉണ്ടായിരിക്കണം. സ്നേഹവും പരിപാലനവും സുരക്ഷിതം എന്നിവയൊക്കെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നല്ല രീതിയിലുള്ള ഒരു ബാല്യകാലം കുട്ടികൾക്ക് ഉണ്ടാവുകയും അതുവഴി സമൂഹത്തിലേക്കുള്ളൊരു അടിത്തറ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇനി പ്രീ സ്കൂളിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രവേശിക്കപ്പെടുന്ന മുഴുവൻ ശിശുക്കൾക്കും പാഠ്യപദ്ധതി നിർദ്ദേശിച്ചിട്ടുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലക്ഷ്യമായും പൂർണ്ണമായും ലഭ്യമാക്കുന്ന വിധത്തിൽ സൗകര്യങ്ങൾ, അനുഭവങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു കുട്ടി പ്രീ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എല്ലാ കുട്ടികൾക്കും ഒരുപോലെയുള്ള വിദ്യാഭ്യാസം കിട്ടുകയും ഒരുപോലെയുള്ള ഭൗതിക സാഹചര്യങ്ങൾ കിട്ടുകയും വേണം. അതല്ലാതെ ഓരോ കുട്ടിക്കും ഓരോ രീതിയിലുള്ള ഭൗതിക സാഹചര്യം, ഓരോ കുട്ടിക്കും ഓരോ രീതിയിലുള്ള കരുതലും വാത്സല്യവും അല്ല വേണ്ടത്. ഒരു പ്രൈമറി സ്കൂളിലേക്ക് ഒരു അധ്യയന വർഷം ഒരു 30 കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ 30 കുട്ടികളെയും ഈക്വലായിട്ട് കണ്ടുകൊണ്ട് അവരുടെ ഭൗതിക സാഹചര്യങ്ങളും അവരുടെ കരുണയും അവരോടുള്ള സ്നേഹമൊക്കെ ഒരുപോലെ ആയിരിക്കണം. ഇനി ശിശുക്കളുടെ വിഭിന്നശേഷികൾക്കും സാമൂഹ്യ പിന്നോക്കാവസ്ഥയ്ക്കും സവിശേഷ ഇടവുകൾക്കും പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തേണ്ടതാണ്. ഓരോ കുട്ടികളും വരുന്നത് ഓരോ സാഹചര്യത്തിൽ നിന്നായിരിക്കും. അപ്പോൾ ഓരോ കുട്ടികളെയും കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി കൊടുക്കാൻ ഒരു അധ്യാപികയ്ക്ക് സാധിക്കണം. സാമൂഹ്യ ബോധനം വഴി രക്ഷാകർത്ത വിദ്യാഭ്യാസ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. അപ്പോൾ രക്ഷാകർത്താക്കളുടെ പങ്കാളിത്തം ഓരോ അധ്യയന വർഷത്തിലും ഓരോ പരിപാടികളും ഉൾപ്പെടുത്തണം. അവർ തമ്മിൽ നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകണം. കുട്ടികൾ കൊണ്ടുവന്ന് വിടുകയും വിളിക്കാൻ പോരുകയും ചെയ്യുന്ന ഒരു
രക്ഷിതാവ് മാത്രമാകരുത്. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അവരും ഒരു പ്രീ സ്കൂളിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതി കരിക്കുലമായിരിക്കണം വേണ്ടത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീ സ്കൂൾ സ്ഥാപനങ്ങളിലെ ഭൗതിക സൗകര്യങ്ങളെക്കുറിച്ചുള്ളതാണ്. ഒന്ന്, സ്ഥലത്തിന് വേണ്ട സവിശേഷത എന്തൊക്കെയാണ്? ആ ഒരു പ്രീ സ്കൂൾ നിൽക്കുന്ന സ്ഥലത്ത് അധ്യാപകർക്കും കുട്ടികൾക്കും എത്തിച്ചേരാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അല്ലേ, അതിൽ ഒരുപാട് കുന്നിൻ്റെ മുകളിലൊക്കെ കൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം പ്രീ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വൃത്തിയുള്ളതും ആരോഗ്യപരമായിട്ടുള്ള ചുറ്റുപാടുണ്ടായിരിക്കണം. കൊതുക് മലിനജലം കെട്ടിക്കിടന്ന് കൊതുക് വളരുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള വേസ്റ്റ് കൂടി ഇടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയുള്ള സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. പരിസര മലിനീകരണത്തിന് വിമുക്തി ഉണ്ടാകണം. എന്ത് തരത്തിലുള്ള വേസ്റ്റ് കൊണ്ടായിരിക്കാം മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, ഇങ്ങനെയുള്ള മലിനീകരണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപകടരഹിതമായിട്ടുള്ള ഘടന ഉണ്ടായിരിക്കണം. എന്താണ്? കൃത്യമായിട്ടുള്ള അപകടരഹിതമായിട്ടുള്ള ഘടന ഉണ്ടായിരിക്കണം. അതായത് ചില അംഗനവാടികളൊക്കെ 2ാം നിലയുടെ മുകളിലൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. കുട്ടികൾക്കിടെ സുരക്ഷിത. ഇനി അടുത്തത് ക്ലാസ് മുറികളാണ്. ക്ലാസ് മുറികളിൽ കുട്ടി ഒന്നിന് കുറഞ്ഞത് 40 ചതുരശ്ര അടി വിസ്തൃതി വേണം. കുട്ടി ഒന്നിന് കുറഞ്ഞത് 40 ചതുരശ്ര അടി വിസ്തൃതി ഉണ്ടായിരിക്കണം. കെട്ടുറപ്പുള്ളതും നിർമ്മാണ ചട്ടം അംഗീകരിച്ചതുമായിട്ടുള്ള ഒരു കെട്ടിടമായിരിക്കണം ഈ ഒരു പ്രീ പ്രൈമറി സ്കൂളിന് വേണ്ടത്. ഓരോ ക്ലാസ് റൂമിനും വേറെ വേറെ മുറികൾ ഉണ്ടായിരിക്കണം. എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കാതെ ഓരോ ക്ലാസ് റൂമിനും എങ്ങനെയാണ് വേറെ വേറെ മുറികൾ ഉണ്ടായിരിക്കണം. വൃത്തിയാക്കാവുന്ന, നല്ല എളുപ്പത്തിൽ വൃത്തിയാക്കാവുന്ന തറകളായിരിക്കണം വേണ്ടത്. പടികളില്ലാത്ത വാതിലുകൾ വേണം. ചുറ്റുമതിലും ഗേറ്റും നിർബന്ധമായും വേണം. ചിത്രങ്ങളാലും മറ്റ് ആകർഷണമാക്കിയ ചുമരുകൾ ഉണ്ടായിരിക്കണം. യഥാർത്ഥം ഉപയോഗപ്പെടുത്താവുന്ന ശിശു സൗഹൃദ ബോർഡുകൾ ഉണ്ടായിരിക്കണം. കളി ഉപകരണങ്ങൾ പ്രദർശിക്കാവുന്ന റാക്കുകൾ ഇവയൊക്കെ വേണം. പിന്നെ വായുവും സൂര്യപ്രകാശവും മതിയായ അളവിൽ കടക്കത്തക്ക വിധം സ്ഥാപിച്ചിട്ടുള്ള ജനലുകളും പാളികളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഭൗതിക സാഹചര്യം ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി മറ്റു കെട്ടിട സൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടാകും നമുക്ക് നോക്കാം. ഒന്ന്, ഓഫീസ് റൂം ഉണ്ടായിരിക്കണം. പാചകപ്പുര ഉണ്ടായിരിക്കണം. സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. വിശ്രമിക്കുന്നതിനും വൈദ്യ പരിശോധനയ്ക്കുമുള്ള ആക്ടിവിറ്റികൾ നടത്തുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള വിശാലമായ വിവിധ മുറികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു കെട്ടിട സൗകര്യങ്ങളും ഉറപ്പുള്ളതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് എന്ത് വേണ്ടത്, ഒരു സ്കൂളിൽ വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഒന്ന്, കുടിവെള്ളം ഉണ്ടായിരിക്കണം. കൈ കഴുകാനുള്ള സംവിധാനം, ശുചിത്വം, അതായത് മൂത്രപ്പുരകൾ, ബാത്റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരിക്കണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം. പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം, വേസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കണം. ഏതൊരു സ്കൂളിലും വേസ്റ്റുകളോ ഫുഡ് വേസ്റ്റ് ആയാലും മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് സംസ്കരിക്കാനുള്ള രീതിയും കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ ജൈവ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകളൊക്കെ വേണം. പിന്നെ ഫർണിച്ചറുകൾ കൃത്യമായിട്ടുള്ള ഓരോ കുട്ടികൾക്കും ഇരിപ്പിടങ്ങൾ, ബെഞ്ചുകൾ, ഡെസ്കുകൾ, മേശ, കസേര, അതുപോലെ തന്നെ ഓഫീസ് റൂമുകളിലെ മേശ, കസേര, പൊതു മീറ്റിങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ, കളിപ്പാട്ടങ്ങൾ സൂക്ഷിക്കാനുള്ള പെട്ടി, ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാനുള്ള പാത്രങ്ങൾ, പിന്നെ ക്ലോക്ക്, അതുപോലെ തന്നെ പാചക ഉപകരണങ്ങൾ, പ്ലേറ്റ്, ഗ്ലാസ്, ടേബിളുകൾ, ഇതൊക്കെ ഒരു ഭൗതിക സാഹചര്യത്തിൽ വരുന്നവയാണ്. പിന്നെ പഠനോപാധികളിൽ വരുന്ന ബോർഡ്, മാഗ്നറ്റിക് ബോർഡ്, ഗ്രാഫുകൾ, ചാർട്ടുകൾ, ചിത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠനോപാധികളിൽ വേണം. പിന്നെ കളിസ്ഥലം വേണം അല്ലേ. തടസ്സവിമുക്തമായ അപകടരഹിതമായിട്ടുള്ള കളിസ്ഥലങ്ങൾ വേണം. ഏകാന്ത കളികൾക്ക് സമാന്തരമായ കളികൾക്കും ഒക്കെ ഉള്ള കളിസ്ഥലങ്ങൾ വേണം. ഇനി കളികൾക്കും കലകൾക്കുമുള്ള ഉപകരണങ്ങൾ, മറ്റുള്ള കളികൾക്കുള്ള ഓരോ ഉപകരണങ്ങളും, ആക്ടിവിറ്റീസ് ബോർഡുകളും, അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷ കിറ്റ്, നൃത്ത ഉപാധികൾ, സംഗീത ഉപാധികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു പ്രീ പ്രൈമറി സ്കൂളിൽ നിർബന്ധമായും വേണ്ടതാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചു പോകേണ്ടത്. സിമ്പിൾ ചാപ്റ്ററാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംഘാടനം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിപ്പോയത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.